ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടെക്നോവേറ്റ് ലാബ്സ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വ്ളോഗിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൻ്റെയും ടെക്നോവേറ്റ് ലാബ്സിൻ്റെയും കുറച്ച് ഫിഗർ ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു ദിവസം വീഡിയോ ഇടാം. എന്തായിരുന്നു ഇഷ്യൂസ്, എങ്ങനെയാണ് അത് സോൾവ് ആയത്, ഹൗ മൈ ബെസ്റ്റ് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട് എന്നെ ശരിക്കും ഹെൽപ്പ് ഔട്ട് ചെയ്തത് എങ്ങനെയാണ്, എൻ്റെ ഒരു ഗ്ലിംസ് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക്ഡ്ഇൻ പോസ്റ്റ് ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിലിടാം. അതിൽ ജസ്റ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പാടും, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, എനിക്ക് എന്ത് തെറ്റ് പറ്റി, നിങ്ങൾ അതേ സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ റിസോൾവ് ചെയ്യാം, അതിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം അതിനെ പറ്റിയല്ല, നമുക്ക് ഇന്ന് വ്ളോഗ് ചെയ്യാം. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ബാങ്കിൽ പോകണം. കാരണം എനിക്കൊരു കറണ്ട് അക്കൗണ്ട് ഉണ്ട് SBIയിൽ, അത് ക്ലോസ് ചെയ്യണം. കാരണം ടെക്നോവേറ്റ് ലാബ്സ് ഇപ്പോഴും ഒരു MSME ആണ്. അതിനെ മാറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കണമെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്താ പറയുക ഇതാണ് അതിൻ്റെ പാനും ടാനും അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുക. എൻ്റെ പേഴ്സണൽ കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിനാദ്യം എൻ്റെ പേഴ്സണൽ കറണ്ട് അക്കൗണ്ടിലേക്ക് ആവശ്യമില്ല, അപ്പോൾ അത് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിനാദ്യം ബാങ്ക് പോവുക. എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഒപ്പിക്കണം. ഒരു കേക്ക് മേടിക്കാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാം. നമുക്ക് ഓവനെ കണ്ട കേക്ക് മിക്സ് മേടിച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കി നോക്കാം ഇന്ന്. അതുണ്ട്. നാളെ ടുമോറോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ. എന്താ ചോദിച്ചാൽ നാളെ ഞാൻ പഠിച്ച കോളേജിൽ, എൻ്റെ കമ്പനീനെ എന്താ പറയുക ഇൻക്യുബേഷൻ ചെയ്ത കോളേജിൽ നാളെ JCETയുടെ ഒരു ഡിസൈൻ ഹബ്ബ് തുടങ്ങുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇത് മാത്രമാണ്, കോൾ ഔട്ട് മാത്രമാണ്, ഞാൻ മൊത്തം ഡീറ്റെയിൽസ് പറയില്ല കാരണം നാളെ ഒരു ഇനോഗ്രേഷൻ അല്ല. അങ്ങനെ ഒരു സംഭവം തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ കറണ്ട് CTO അഖില്യം ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ AI പറ്റിയിട്ട് ഒരു സെമിനാർ പോലെ. അപ്പം അതിന് നമുക്ക് വേറൊരു എക്സ്ട്രീം ഗസ്റ്റും കൂടിയും വന്നിട്ടുണ്ട്. അവൻ്റെ ത്രൂ നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. സാറ് നമുക്കൊരു 10-20 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ സാറിൻ്റെ നമുക്ക് നാളത്തെ ടൈമിങ് ആ സാർക്ക് ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഒന്ന് കോളേജിൽ പോകണം. കോളേജിൽ പോകേണ്ടി വരില്ല എന്ന് വിചാരിക്കാം. ഞാൻ ഇന്നിപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനാണ്, 3D പ്രിൻ്ററിലാണ് വർക്ക്. സോ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. അപ്പോൾ കോളേജെത്തി. നമ്മൾ അവിടുന്ന് കേക്കിൻ്റെ സാധനം മേടിച്ചു. കോളേജെത്തി. ഇനിയിപ്പോൾ രാകേഷ് സാറെ കാണണം. നാളത്തെ പരിപാടികൾ എന്തൊക്കെയാണ് നോക്കണം. എത്ര മണിക്കാണ് മറ്റേ സാറിൻ്റെ പരിപാടി വെക്കാൻ പറ്റുമോ നോക്കണം. അഖിലിൻ്റെ ടൈമിംഗ് കൺഫേം ചെയ്യണം. അതൊക്കെയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് കഴിഞ്ഞിട്ട് കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, കേക്ക് ഉണ്ടാക്കാൻ വായോ. ബർത്ത്ഡേ കുട്ടോളെ കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കി സംഭവം എന്താണ്? ബർത്ത്ഡേ കുട്ടീനെ കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഗൈസ്. വാട്ട് ഈസ് ദി സ്വഭാവം? വെൽക്കം ടു ടെക്നോവേറ്റ് ലാബ്സ് ഫാമിലി. ഇങ്ങനെയാണ്. വെൽക്കം ടു ടെക്നോവേറ്റ് ലാബ് ഫാമിലി. ഞാൻ സംഗീത സുരേഷ്. ഞങ്ങളുടെ ഒരു ഉപകാരമില്ല, അതൊക്കെ റെഡിയാക്കാം.
ഇന്നപ്പോൾ എന്തൊക്കെയാണ് നടന്നത്? നമ്മൾ രാവിലെ ബാങ്കിൽ പോയി, ആ കാര്യം ഓക്കെ, അക്കൗണ്ട് ക്ലോസ്ഡ് ആയി. കോളേജിൽ പോയിട്ട് നാളത്തെ എല്ലാ പരിപാടികളിലെയും വർക്ക് നടത്തി. നാളെ നമുക്ക് 2 to 4 ബാക്കി നമുക്ക് നാളെ കാണാം. നാളത്തെ വ്ളോഗിലുണ്ടാവും. നാളെ വ്ളോഗ് എൻ്റെ കംപ്ലീറ്റ്. അഖിലിൻ്റെ സ്പീച്ച് എല്ലാം ഉണ്ട്. വേറൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി വെച്ചിട്ടുള്ള സാധനം വർക്കൗട്ട് ആവില്ല. കാരണം നമുക്ക് ടൈമിങ് ഇപ്പോഴും പെർഫെക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല. ആ സമയം വെച്ച് നമ്മൾ വേറൊരു ദിവസം ഞാൻ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാം ആരാന്നും. ഓക്കെ, അപ്പോൾ അതുണ്ട്. ഇനി നമുക്ക് ഇതാ നാളെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുട്ടപ്പനായി, തലമുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റായി. അനിയത്തിന് ബർത്ത്ഡേ കേക്ക് മുറിക്കാണ്ട്. ബർത്ത്ഡേ കേക്ക് നമ്മൾ ഉണ്ടാക്കി, ഇനി ബർത്ത്ഡേ കേക്ക് മുറിക്കണം. അതേപോലെ ഇന്നലത്തെ മാനിഫെസ്റ്റേഷൻ 8 വിഷസ്. എനിക്ക് പോലും ഓർമ്മയില്ല ഞാൻ എന്താ വിഷ് ചെയ്തതെന്ന്, സത്യം പറയാം. ആകെപ്പടെ ഞാൻ ചെയ്തത് എൻ്റെ മൈൻഡിനെ ഞാൻ അധികം തിങ്ക് ചെയ്യാൻ ടൈം കൊടുത്തില്ല. എനിക്ക് എന്തൊക്കെ വേണ്ടെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഒറ്റ ക്ലിക്കിൽ എനിക്ക് അറിയാം. പക്ഷെ എനിക്ക് അധികം ടൈം കൊടുത്താൽ ഞാൻ പലതും ആലോചിച്ച് കൂട്ടും. അപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് എൻ്റെ മനസ്സിൽ എന്തൊക്കെ സത്യസന്ധമായിട്ട് വന്നോ അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് അടുത്ത കൊല്ലം ഈ ദിവസം തുറക്കുമ്പോഴേക്കും എല്ലാം സക്സസ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ വ്ളോഗ് കാണാം. കേക്ക് മുറിക്കേണ്ട വീഡിയോടാണ് ലാസ്റ്റ്. സോ ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ സംഗീത.